ഒരു കുടുംബമാണ് ഒരൊറ്റ ദിവസം കൊണ്ട് അനാഥമായിരിക്കുന്നത്. ഇന്നലെ ദീപക് എന്ന സുഹൃത്തിൻ്റെ ആത്മഹത്യ നമ്മളെല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞു. സോഷ്യൽ മീഡിയ റീൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് രീതിയിലുള്ള നെറുകേടിനും ചിലർ തയ്യാറാവുന്നു എന്നുള്ള വല്ലാത്തൊരു അപകടകരമായ രീതിയിലേക്കാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ ഒരു പോസ്റ്റ് ഉണ്ടല്ലേ, പിന്നെ അതൊരിക്കലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ആ ഒരു ആൾ പോസ്റ്റ് ചെയ്യുക എന്നതിലുപരി പതിനായിരങ്ങളാണ് ആ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു സംഭവം കിട്ടുമ്പോൾ, ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ഷെയർ ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ കുറ്റകരമാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമുക്കറിയില്ല, എല്ലാത്തിനും ഒരു മറുവശമുണ്ടാവും. നമ്മൾ കാണുന്നത് മാത്രമായിരിക്കണമെന്നില്ല ശരി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ ഏതെങ്കിലും കിട്ടുന്ന ചപ്പു ചവറുകളൊക്കെ ഷെയർ ചെയ്യുന്ന രീതിയും നമ്മൾ തീർച്ചയായിട്ടും നിർത്തേണ്ടിയിരിക്കുന്നു. ദീപകിൻ്റെ കുടുംബത്തിനുണ്ടായ ഒരു ഗതി ഇനി ഒരാൾക്കും ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സമൂഹ മാധ്യമങ്ങളിൽ നമ്മളൊരു കാര്യം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സത്യാവസ്ഥ കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രം പോസ്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഇതേപോലെ ദീപക് കുമാർ ഇനിയും ആവർത്തിക്കും.